മലപ്പുറം നിലമ്പൂർ വനത്തിൽ മൂന്നിടങ്ങളിലായി 3 കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുളായി, മരുത, കാരക്കോട്, പുത്തരിപ്പാടം വനത്തിലാണ് ആനകളുടെ ജഡം കണ്ടെത്തിയത്. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേർന്നുണ്ട്. സ്വാലിഹ, ഈ ജഡങ്ങൾക്കൊക്കെ കാലപ്പഴക്കമുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നു. എന്താണ് ഇത്തരത്തിൽ 3 ആനകൾ ചരിഞ്ഞതിന് കാരണമായി വനം വകുപ്പ് പറയുന്നത്? ദിൽഷ, വനം വകുപ്പ് ഇക്കാര്യത്തിൽ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല. രണ്ട് ചെറിയ ആനക്കുട്ടികളാണ് ഈ ചെരിഞ്ഞതിൽ 2 എണ്ണം. 3 3 ജഡങ്ങൾ കിടക്കുന്നത് കണ്ടത്. ഒന്ന് കരുളായിയിലും മരുത, കാരത്തോട്, പുത്തരിപ്പാടം വനങ്ങളിലാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടിട്ടുള്ളത്. മരുതയിൽ ഒരു 20 വയസ്സുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടത്. ഇതിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. പുത്തരിപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ് ഏതാണ്ട് ഒരു 200 മീറ്റർ അകലെ വനത്തിനകത്ത് തന്നെയാണ് 10 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. ഇത് രണ്ടും രോഗം കാരണമുള്ള മരണമാണ് എന്നാണ് പ്രാഥമികമായി വിവരം. വനം വകുപ്പിന്റെ ഒരു നിരീക്ഷണം, ഇത് രണ്ടും അസുഖങ്ങൾ കാരണം ചത്തുപോയി എന്നാണ്. കരുളായി എഴുത്തുകൽ ഭാഗത്ത് ഏകദേശം 6 മാസം പ്രായം വരുന്ന ഒരു കൊമ്പനാന കുട്ടിയുടെ ജഡവും കണ്ടെത്തിയിരുന്നു. ഇതിനെ കടുവ ആക്രമിച്ചതാണ് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഭാഗത്തു നിന്ന് തുടർച്ചയായി ആനയുടെ അലർച്ച കേട്ടതിനെ തുടർന്നാണ് വനപാലകർ പരിശോധിച്ചത്. ഈ പരിശോധനയ്ക്കിടയിലാണ് 3 ജഡങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദമായ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാവും. വിനിഷ. ശരി, KT സ്വാലിഹാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം നിലമ്പൂർ വനത്തിൽ 3 ഇടങ്ങളിലായി 3 കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവികതയില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്.